അമൃത് പദ്ധതി പ്രകാരം പൈപ്പിടാൻ കുഴിച്ച തമ്മനം പുല്ലേപ്പടി റോഡ് കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടക്കെണിയാവുകയാണ്. പൈപ്പിട്ട ശേഷം റോഡിൽ പേരിന് മാത്രം അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുകയാണ്. മഴ പെയ്തതോടെ കുഴികൾ രൂപപ്പെട്ടു. അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് തമ്മനം പുല്ലേപ്പടി റോഡിൽ പൈപ്പിട്ടിട്ടുണ്ട്. മാർച്ച് മാസമാണ് റോഡിൻ്റെ സൈഡ് കുഴിച്ച് പൈപ്പിട്ടത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ, പൈപ്പിട്ട് കഴിഞ്ഞു, അതിനുശേഷം ഒരു മെയിൻ്റനൻസും നടന്നു. പക്ഷേ അവസ്ഥ ഇതാണ്, വാഹനയാത്ര ദുഷ്കരമായിരിക്കുകയാണ്. വാഹനയാത്ര ദുഷ്കരമാകുമ്പോൾ നടന്നു പോവുക എന്നുള്ളത് അതിനേക്കാൾ ദുഷ്കരമാകുമെന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കും. അപ്പോൾ നമ്മളോട് ഈ വാർഡിലെ കൗൺസിലറാണ് ചേരുന്നത്. വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ സ്കൂൾ തുറന്ന സമയത്ത് വിദ്യാർത്ഥികൾ പോകുന്നത് കാണുമ്പോൾ വളരെ സങ്കടകരമാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചിട്ട് 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന ഉറപ്പ് കൊടുത്തിട്ട് ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത രീതിയിൽ വാട്ടർ അതോറിറ്റി പെരുമാറുകയാണ്. 1,30,00,000 രൂപ പദ്ധതിയാണിത്. അതിൽ 65 ലക്ഷം രൂപ പൈപ്പ് ലൈനിങ്ങും ബാക്കി 65 ലക്ഷം റീസ്റ്റോറും. ഈ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടറോട് നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടാൻ വേണ്ടി ഇന്നുവരെ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട MLA മാർ, മേയർ അടക്കമുള്ള ആളുകൾ വിളിച്ച് പറഞ്ഞിട്ടും ഇവിടെ മാത്രമല്ല 1.5 കിലോമീറ്റർ അപ്പുറത്ത് 2 സ്കൂളുകളുള്ളത്, MBM സ്കൂളും സെൻറ് ജൂഡും. ആ കുട്ടികൾ വളരെ പേടിച്ചടയിൽ യാത്ര ചെയ്യുന്നത് അത്ര ഗുരുതരമായ അവസ്ഥയാണ്. ഇവിടെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് സമയമില്ലെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ പുറപ്പെടണം എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ. ഈ ഭാഗത്തു കൂടി പോകാനാണെങ്കിൽ ഇതുവഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കേട്ടോ. നല്ല കുഴിയൊക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് ഇരുചക്ര യാത്രക്കാരൊക്കെ പോകുന്നത്. കാരണം ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ആ കുഴിയിൽ വീഴും, അത് പിന്നെ സ്ലിപ്പാവും. ടയറൊക്കെ പോകണം. 2 മണിയാണ് നേരം ഉണ്ടാവില്ല 2 വണ്ടിയുടെ. എന്ത് ചെയ്യാനാ ഇത്? അനുഭവിക്കേണ്ട രക്ഷയില്ല. നമ്മ മാത്രമല്ല, ഇഷ്ടംപോലെ വണ്ടിക്കാരും ഉണ്ടല്ലോ. വളരെ പരിതാപകരം, വളരെ മോശം. അത് മെയിൻ്റെനൻസ് ശരിയായിട്ടില്ല, മൊത്തം ഡാമേജാണ്. ഈ നമ്മുടെ സെൻറ് ജൂഡ്സ് പള്ളി വരെ ഈ പാലത്തിൻ്റെ അടി വരെ വെട്ടിപ്പൊളിച്ചേട്ടേക്കണായിരുന്നു. അവിടെ വരെ ബ്ലോക്കാണ്. പിന്നെ പാലത്തിൻ്റെ അപ്പുറത്തും പറയണ്ടല്ല. കേട്ടില്ലേ ജനങ്ങളുടെ പ്രതികരണം? വിദ്യാർത്ഥികളും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വഴിയാത്രക്കാരും വാഹനയാത്രക്കാരും ഒക്കെയായി നമ്മുടെ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയിൽ ദുരിതമനുഭവിക്കുന്നവർ നിരവധി പേരാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? ബിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.